ഇത്രയും സ്നേഹമുള്ള ഒരാളെ ഞങ്ങൾക്ക് എവിടെയും കണ്ടു വെക്കാനായിട്ട്. ബൈ. തലയിൽ ഹെൽമെറ്റ് വെച്ച് നടക്കുന്നവന്റെ പേരാണ് അല്ലേ? ചോദിക്കരുതില്ലേ അമ്മേ പറഞ്ഞാലിന്? താങ്ക് യു. ഉമ്മ എടുക്കേ കുഞ്ഞോട്ടനെ. മഴയത്ത് പുഴയിൽ പോയി കളി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് കുഞ്ഞുവിൻ്റെ സ്കൂളിൽ കുഞ്ഞുവിനെ സിദ്ധുവിനെ ഒക്കെ പുതിയ സ്കൂളിലേക്ക് ചേർക്കാൻ പോകുക കേട്ടോ. കാരണം ഇയാൾ 5ാം ക്ലാസ്സിലേക്ക്, ഒരാൾ 8ാം ക്ലാസ്സിലേക്ക്. പിന്നെ യൂണിഫോമിൻ്റെ അളവൊക്കെ എടുക്കണം. പിന്നെ സ്കൂൾ അഡ്മിഷൻ എടുക്കണം. പിന്നെ ചെമ്പനോടെ പോകണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. മുമ്പൊക്കെ പോവുക. ചായ കുടിച്ചിട്ടില്ല. പിന്നെ ചായ കുടിക്കണ്ടേ? ചേട്ടാ ഇതിവിടെ വീഡിയോ എടുക്കാൻ എപ്പോഴും മറന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സിദ്ധു പൊറാട്ട ഇത് അറിയുന്ന സിദ്ധു ബജ്ജി സ്കൂളിൻ്റെ അടുത്തുള്ള കടന്നു കേട്ടോ. കഴിച്ചേ പെട്ടെന്ന് യൂണിഫോമിൻ്റെ അളവും അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം പിന്നെ കൊയിലാണ്ടി എത്തിയാൽ പിന്നെ അങ്ങേക്ക് പോവാണ്ട് പോകുക എന്ന് പറയുന്നൊരു വിഷമമാണല്ലോ. അത് ഇവർക്കൊരു വിഷമമാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നടക്കുക കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അതിലെയാണ് നടക്കുന്നത്. അതിന് ശേഷം ഇനിയിപ്പം ഇവർക്ക് കുറച്ചെന്തെങ്കിലും വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരമായി അവിടെ സ്കൂളിൽ നിൽക്കുന്നു. കുഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? അടിപൊളിയാണ്. പൊറാട്ട തിന്നല്ലേ? പൊറാട്ട തിന്നിട്ട് സിദ്ധുവിനൊന്നും കിട്ടിയില്ല. സിദ്ധു പറഞ്ഞത് ലൈമാട്ടോ. ഒരു ലൈം അടിക്കുന്നുണ്ട്. ഒരു മാത്രം പ്രത്യേകമായിട്ട് കൊടുത്തല്ലേ? നാരങ്ങ ലൈമല്ലേ? പൊറാട്ട തിന്നിട്ടില്ല. നേരത്തെ രാവിലെ പൊറാട്ട കഴിക്കുന്നേ. വെള്ളത്തിൽ ഇതായിരിക്കുന്നേ. വെള്ളത്തിൽ സൗകര്യമായിരുന്നു സ്കൂളിൽ വന്നു. വെള്ളത്തിലേക്ക് മതി. ഓ എവിടെ പോയി മറ്റേ 11? മാത്രം മൈൻഡ് ചെയ്യിട്ടാ സഹിച്ചേട്ടാ. പാവം ഉണ്ടാവും. ഇത്രയും സ്നേഹമുള്ള ഒരാളെ ഞങ്ങൾക്ക് എവിടെയും കണ്ടു വെക്കാനായിട്ട്. ചോദിച്ചോട്ടെ, ഇതാണ് പിറന്നാളുകാരി. എന്താ ഒന്നും മിണ്ടാത്തേ? സിദ്ധു ഈ മോശ അല്ലേ? ചോദിക്കരുതില്ലേ അമ്മേ പിറന്നാളിന്? കല്യാണം കഴിപ്പിക്കാനായിരിക്കും. എന്നാ കൊടുക്ക് മുട്ടായി നോക്ക് കുഞ്ഞേട്ടാ. താങ്ക് യു. ഉമ്മ കൊടുക്കേ കുഞ്ഞേട്ടനെ. സിദ്ധുവേട്ടനാ ിമ്പക്ക് ഗംഭീര ആഘോഷമല്ലോ. ഇല്ല എന്നെ ആക്കും, എന്നെ എടുക്കൂല. അതെനിക്ക് പേടിയുണ്ടല്ലോ കേട്ടോ.
അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇനി കുഞ്ഞുവിനെയും സിദ്ധുവിനെയും ഞങ്ങൾ കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പം വരുമ്പോൾ സതീഷേട്ടൻ ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ, അത് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് കാർ എടുത്തിട്ടാണ് നമ്മൾ മക്കളെ കൊണ്ടാക്കാൻ പോകുന്നത്. കാരണം അങ്ങോട്ടും മഴയായിരിക്കും വൈകുന്നേരം, അതുകൊണ്ട് തന്നെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. തിരിച്ച് വന്നിട്ട് ഈ വണ്ടി എടുത്ത് വേണം കേട്ടോ ഞങ്ങൾക്ക് വടകരയ്ക്ക് പോകാൻ, കാരണം പിറ്റേന്ന് ഓഫീസിൽ പോകേണ്ടതാണല്ലോ. അങ്ങനെ പേരാമ്പ്രയ്ക്ക് പോകുന്ന വഴിക്ക് ഏകദേശം കടിയങ്ങാട് എത്തിയ സമയത്ത് ഞങ്ങളൊരു കൂൾ ബാർ കയറിയിട്ടുണ്ടായിരുന്നേ. ഏകദേശം മഴക്കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ, പക്ഷെ നന്നായിട്ടൊന്നും പെയ്യുന്നൊന്നുമില്ല, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ളൂ. അപ്പം ഇവർക്ക് രണ്ടാക്കും അവിൽ മിൽക്ക് വേണമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഫാലുദ വേണമെന്നായി നോക്കുമ്പോൾ അവിൽ മിൽക്കേ അവിടെ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ റോള് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം വന്നേ, അങ്ങനെ ഞാനും കുഞ്ഞും ഓരോരോ റോള് വാങ്ങി കഴിച്ചിട്ടോ. സിദ്ധു പിന്നെ എന്നത്തെയും പോലെ പരിപ്പ് വടയാണ് വാങ്ങിയത്. പിന്നെ രണ്ടാൾ അവിൽ മിൽക്ക് പറഞ്ഞിട്ടുണ്ട്. അവിൽ മിൽക്കിൽ ഈ കറുപ്പ് മുന്തിരി എല്ലാം ഞാനാട്ടോ തിന്ന്, സിദ്ധുവിനെ ഓനത് തിന്നൂല, ഓനത് എറിയും, അതുകൊണ്ട് ഞാനെടുത്ത് തിന്നാട്ടോ. അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാവരും നെയ്ച്ചോറിന്നും മുന്തിരി അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഞാനതിന്ന്, ഇവരൊന്നും തിന്നൂല, എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. പിന്നെ എന്ത് കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് നോക്കുക എന്നുള്ളത് ഞങ്ങൾ മൊത്തത്തിൽ കുടുംബത്തിനുള്ള ഒരു ശീലമാട്ടോ. 6-5 എന്ത് വാങ്ങിയാലും ഒന്ന് ടേസ്റ്റ് നോക്കി കൊടുക്കൂട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, കാരണം വ്യത്യസ്ത സാധനം വാങ്ങിക്കുന്നത് വെച്ചാലൊക്കെ വേണോ എന്ന് കൊടുക്കും. അത് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു ശീലം തന്നെ വേണമെന്ന് പറയാം. അതുകൊണ്ട് ഓല് അതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കാൻ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു അട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള അടയായിരുന്നു കേട്ടോ. അരിയാണ് നമ്മൾ ശർക്കരയും ഇതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അതവർ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളെ സിസ്റ്റർ വീട്ടിലോട്ട് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ഏകദേശം അവിടെ നമ്മളിത് എത്താനായി. അങ്ങനെ അവിടെ എത്തി കുഞ്ഞുമക്കൾക്ക് ഉമ്മയെല്ലാം കൊടുത്ത് അവർ പോവുക കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ വിളിച്ചുകൊണ്ട് വരണം. ഇനിയിപ്പോൾ അടുത്ത വെക്കേഷനേ ഇവർക്ക് പോകാൻ പറ്റുള്ളൂ, കാരണം ഇനിയിപ്പോൾ ക്ലാസ്, ട്യൂഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമല്ലോ. അപ്പോൾ ഇതാ ചെറിയൊരു ചാറ്റൽ മഴ വരുന്നുണ്ട്, കുടയും കയ്യിലില്ല കേട്ടോ. അപ്പോൾ അവർ പോയി. അതിന് ശേഷം ഇതാ ഞങ്ങൾ തിരിച്ച് കൊയിലാണ്ടിയ ബൈക്ക് വെച്ചത്, ആ ബൈക്ക് എടുത്തിട്ട് വേണം കേട്ടോ തിരിച്ചു പോകാൻ. അങ്ങനെ കുഞ്ഞുവിനെയും സിദ്ധുവിനെയും കൊണ്ടാക്കി വന്നേ. കാരണം കൊണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നായിരുന്നു. കുറച്ച് ദിവസം നിൽക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മളൊരു ടി വിയിലൊരു പ്രോഗ്രാമിൻ്റെ കാര്യത്തിന് വേണ്ടി കൂട്ടിയതായിരുന്നു. അപ്പോഴേ തിരിച്ച് ഇപ്പം എല്ലാം യൂണിഫോം എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റില്ല, ഇനി അടുത്ത വെക്കേഷനിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു എപ്പോൾ വരിക എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങളവിടെ കൊണ്ടാക്കി. അയിനുവിൻ്റെ ബർത്ത്ഡേ കേട്ടോ ഒന്ന്. അതെ, ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് പോയതാ. അല്ലെ നാളെ ആകുമ്പം സരീഷേറിന് നാളെ ലീവ് ഉണ്ടാവില്ല, അപ്പോൾ കൊണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പോകണ്ടെന്നൊക്കെ ഉണ്ട്, പക്ഷെ രക്ഷയില്ലല്ലോ. പിന്നെ വലിയൊരു പരിപാടിയൊന്നും അയിനുവിൻ്റെ ബർത്ത്ഡേക്കില്ല, ചെറിയൊരു കേക്ക് മുറിക്കുന്നില്ല, അതിന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് പോയതാ കുഞ്ഞേട്ടന് സിദ്ധേട്ടു അല്ലേ. അപ്പോൾ ഞാളൊന്ന് പുറത്ത് പോകുകയെന്ന്. അതിനൊരു ഗിഫ്റ്റും ഞങ്ങൾ വാങ്ങിക്കില്ല, കാരണം ബർത്ത്ഡേ ആയിട്ട് ഉണ്ട് ആഘോഷിക്കുന്ന ആ രീതിയിലൊന്നും വിചാരിച്ചിട്ടില്ല. അവിടെ വന്നപ്പോൾ അറിഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടപ്പോൾ നമ്മളൊന്നും കൊടുത്തില്ല. പോളയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇപ്പം പോയിട്ട് വരാം. ഇവളിങ്ങനെ പുറപ്പെട്ട് നിൽക്കുന്നതൊക്കെ കണ്ടാൽ വിചാരിക്കും ഭയങ്കരമായിട്ടുള്ള ബർത്ത്ഡേ പാർട്ടിയാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും അപ്രതീക്ഷിതമായിട്ട് എത്തിയതാണ് കേട്ടോ ഇവിടെ ബർത്ത്ഡേക്ക്. അങ്ങനെ എല്ലാവരെയും വിളിച്ച് ബർത്ത്ഡേ കഴിക്കുന്നൊന്നുമില്ലായിരുന്നേ. അപ്പോൾ എത്തിയ സ്ഥിതിക്ക് ഞാനും കൂടി അവിടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൊയിലാണ്ടി ബൈക്ക് വെച്ചിട്ടായിരുന്നേ ഞങ്ങൾ സിസ്റ്റർ വീട്ടിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ തിരിച്ച് വന്നിട്ട് ആ ബൈക്ക് എടുത്തിട്ട് വേണം വടകരയ്ക്ക് പോകാൻ. ആ സമയത്താണ് നമ്മളെ മോളെ കേക്ക് കട്ടിങ്. അപ്പം ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് കൊടുത്തിട്ട് കേക്കും കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് തിരിച്ച് വടകരയ്ക്ക് പോകാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിന്നെ തിരിച്ച് ഞങ്ങൾ പോകാനുള്ള പരിപാടി കേട്ടോ. പിന്നെ അടുത്ത പരിപാടി ഫുഡ് കഴിക്കലായിരുന്നു. അങ്ങനെ കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നുമില്ല. ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചപ്പാത്തി, ഒരു പൊറാട്ടയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതിനുശേഷം ഇവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളെ പറ്റിയുള്ള ഒരു അവലോകനാട്ടോ ഓളെ ഫ്രണ്ട്സുമായിട്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ കുട്ടികൾ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഓൾ ഏകദേശം ഉറക്കിലോട്ടൊക്കെ പോയി കേട്ടോ. പിന്നെ ഞാൻ കൊടുത്തത് ഇതാട്ടോ റെയിൻ കോട്ടാണ് വാങ്ങിക്കൊടുത്തത്. അവൾ സ്കൂളിലേക്ക് പോവുകയാണ് ഇനി UKG. അപ്പം പിന്നെ സമയമാകുമ്പോഴത്തേക്ക് ഉറങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.